ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിരിക്കണം അല്ലേ? നമ്മളിത് ഇന്ന് കരാമയിലേക്ക് പോവുകയാണ് കേട്ടോ. കരാമയിലുള്ള ആസ്റ്റർ ക്ലിനിക്കിലേക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ഋതുവിന് ഇപ്പോൾ ഇവിടെ ക്ലൈമറ്റ് ചേഞ്ചൊക്കെ കാരണം ചെറിയൊരു ചുമയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇൻഫിനിറ്റി ബ്രിഡ്ജ് ത്രൂ ആണ് പോകുന്നത്. എനിക്ക് എപ്പോഴുള്ള സംശയമായിട്ട് ഇതിൻ്റെ ഈ പേര് ഇൻഫിനിറ്റി ബ്രിഡ്ജ് എന്ന് വരാൻ കാരണം ഈ സൈഡിലുള്ള ആ ഒരു സൈൻ നമ്മൾ ഇൻഫിനിറ്റി എഴുതണ പോലെയാണല്ലോ. അപ്പോൾ അത് കാരണമാണോ ഇതിൻ്റെ പേരിങ്ങനെ വന്നതെന്നുള്ളത് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അറിയുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയത് ഏകദേശം ഒരു 6:30 ആകുമ്പോഴാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. നമ്മളവിടെ എത്തുമ്പോൾ ഒരു 7:45 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുള്ള സമയത്തായിരുന്നു നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അത് കാരണം തന്നെ നല്ല ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതാണ് ഇത്രയ്ക്കധികം സമയം എടുത്തത് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ട്രാഫിക് കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു 25 മിനിറ്റ്സ് ഒക്കെയാണ് ഇവിടെ നിന്ന് കരാമയ്ക്കുള്ളൂ. പക്ഷേ ഈ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളവിടെ എത്തുമ്പോൾ തന്നെ ഒരു 7:45 ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ ആസ്റ്റർ ക്ലിനിക്കിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. നമുക്ക് അവിടെയാണ് നമ്പർ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സാധാരണ ഇവനായിട്ട് ഋതുവിനായിട്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവൻ വെയിറ്റ് ചെക്ക് ചെയ്യാനാണെങ്കിലും ഹൈറ്റ് ചെക്കിങ്ങും പിന്നെ ഡോക്ടറുടെ കൺസൾട്ടേഷനൊക്കെ അവൻ നല്ല ഓക്കെ ആയിട്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ ലാസ്റ്റ് നമ്മൾ 2 തവണ DHL പോയി വാക്സിൻ എടുത്തതിന് ശേഷം അവൻ ഈ ക്ലിനിക്കിലേക്ക് പോകണമൊക്കെ ഭയങ്കര പേടിയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു പേടി മാറ്റാൻ ആദ്യം ഞാൻ പ്ലേ ഏരിയയ്ക്ക് കുറച്ച് നേരമൊക്കെ അവനെ കൊണ്ടുപോയി. ശരത്തേട്ടൻ ടോക്കൺ എടുക്കുന്ന സമയത്ത് ഞാൻ അവനായിട്ട് പ്ലേ ഏരിയയിലൊക്കെ നിന്നു. പക്ഷേ എന്നാലും നമ്മൾ ഡോക്ടറെ കൺസൾട്ടേഷന് വേണ്ടി കയറിയപ്പോൾ അവന് ഭയങ്കര കരച്ചിലായിരുന്നു, ഭയങ്കര പേടിയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ആൾ ഓക്കെ ആയി കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് അങ്ങനെ മരുന്നൊക്കെ വാങ്ങി നേരെ ദേപ്പുട്ട് റെസ്റ്റോറൻറ്റിലേക്ക് പോയി. അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് തന്നെയാണ് കേട്ടോ റെസ്റ്റോറൻറ്റ് വരുന്നത്. നമ്മുടെ പണ്ടത്തെ റൂമൊക്കെ ഈ ഒരു സൈഡ് തന്നെയായിരുന്നു. അപ്പോൾ ഋതുവിന് നമ്മൾ ഓംലേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഇന്ന് ഋതു വന്ന് വല്ലാതെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എനിക്കിപ്പോൾ ചുമയുള്ള സമയത്ത് മുട്ട കഴിക്കാൻ പറ്റുമോ എന്നുള്ളത് എനിക്കൊരു ഡൗട്ടായിരുന്നു. അപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അതാണ് നമ്മളത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അവന് വലിയ ചുമ ഉണ്ടായിരുന്നില്ല കേട്ടോ, ചെറിയ രീതിയിൽ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ എന്തായാലും ഈ മാസം ലാസ്റ്റ് നാട്ടിൽ പോവുകയാണ്. പിന്നെ ഒരു 4 hours നമ്മൾ ഫ്ലൈറ്റിൽ ട്രാവലിംഗ് ഉണ്ട്. അപ്പോഴും ചുമ കൂടാൻ ചാൻസ് ഉണ്ട്. അതാണ് നമ്മൾ പിന്നെ നേരം വൈകണ്ട ഇപ്പം തന്നെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഞാൻ ശരത്തേണ്ണും ഒരു ചായയും പിന്നെ അതേപോലെ തന്നെ അവിടുത്തെ ഒരു സ്പെഷ്യൽ സ്നാക്കായിട്ടായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു ക്രിസ്പി ചിക്കൻ എന്നാണ് തോന്നുന്നു അതിൻ്റെ പേര്. അത് ഒരു വുഡൻ ട്രക്കിൽ ഫുള്ളി ചിക്കൻ കാര്യങ്ങളൊക്കെ ഒരു സ്റ്റിക്കിൽ വെച്ചിട്ടാണ് അവർ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ളത്. അതങ്ങനെ ആ ഒരു വുഡൻ ട്രക്കിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കുറേ ഫ്രഞ്ച് ഫ്രൈസൊക്കെ വെച്ച് കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അത് പ്രസൻറ്റ് ചെയ്ത് കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നേരെ പോയത് ചേച്ചിയുടെ റൂമിലേക്കായിരുന്നു. പോണ വഴിക്ക് ഋതു ഭയങ്കര ഉറക്കത്തിലായിരുന്നു. അവിടെ എത്തിയപ്പോൾ സാധാരണ ആൾ ഉറങ്ങി എണീക്കുമ്പോൾ ഒന്ന് കരയാറുണ്ട്. ഇവിടെ എത്തിയപ്പോൾ കരയാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് ഇഷ്ടമുള്ള മീനും ഉണ്ട്, അതേപോലെ തന്നെ അപ്പും ഉണ്ട്. അപ്പു എന്ന് പറഞ്ഞാൽ ഒരു പൂച്ചയുണ്ട്, പേർഷ്യൻ ക്യാറ്റ് ഉണ്ട് ചേച്ചിയുടെ റൂമിൽ. നമ്മൾ അപ്പു എന്നാണ് വിളിക്കുക. ഈ ഫിഷിനെയാണ് അവൻ പാറു എന്ന് വിളിക്കുന്നത് കേട്ടോ. പാരറ്റ് ഫിഷിനെ പാറു എന്നാണ് നമ്മൾ വിളിക്കാറ്. അപ്പോൾ ഇപ്പോൾ അവൻ പാറു എന്ന് വിളിച്ച് തുടങ്ങിയിരിക്കണു, പിന്നെ ഫിഷ് എന്ന് പറഞ്ഞു തുടങ്ങിയിരിക്കണു. അപ്പൂനെ ഏതോ ഒരു വട്ടം അപ്പൂ എന്ന് വിളിച്ചിട്ടുണ്ട്. പിന്നെ എപ്പോഴും പൂച്ചയുടെ സൗണ്ട് മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആൾ ഭയങ്കര ആക്റ്റീവാണ് കേട്ടോ. ഈ പൂച്ചേനെ നോക്കണം, അതേപോലെ മീനൊക്കെ പോയി പിടിക്കണം, തൊടണം, ഇതൊക്കെയാണ് അവൻ്റെ മെയിനായിട്ടുള്ള ഹോബി അവിടെ എത്തിക്കഴിഞ്ഞാലുള്ളത്. ഇപ്പോൾ പൂച്ചേനെ കുറച്ച് പേടിയാണ് കേട്ടോ. ശരത്തേനും ചെറുതായിട്ടൊന്ന് പേടിപ്പിച്ച് നിർത്തിയതാണ്. മുന്നേക്ക് അവൻ ചവിട്ടാനൊക്കെ പോയിരുന്നു. ഇപ്പോൾ അതിനെ തൊടാൻ, അതിൻ്റെ തൊട്ടടുത്തേക്ക് പോകാനൊക്കെ ഒന്നെങ്കിൽ ശരത്തേട്ടൻ അല്ലെങ്കിൽ ചേച്ചി വേണം. എനിക്ക് ഓൾറെഡി ഈ ഒരു സംഭവം പൂച്ചേനൊക്കെ എനിക്ക് ഭയങ്കര പേടിയാണ്. പൂച്ചേനെയും പട്ടിക്കുട്ടികളെയൊക്കെ എനിക്ക് ഭയങ്കര പേടിയാണ്. എൻ്റെ വീട്ടിലുണ്ടെങ്കിൽ കൂടിയും ഞാൻ അങ്ങനെ പോയിട്ട് തൊടാനൊന്നും നിന്നിട്ടില്ല ഇതുവരെ. എനിക്ക് ഭയങ്കര പേടിയുള്ള സംഭവങ്ങളായത് രണ്ടെണ്ണം. ഇഷ്ടമാണ് നന്നായിട്ട്, എന്നാലും ഭയങ്കര പേടിയാണ്. അത് ഋതുവിനെ അറിയാം. അത് കാരണം തന്നെ അപ്പൂൻ്റെ അടുത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കില്ല, ശരത്തേനെ അല്ലെങ്കിൽ ചേച്ചീനെ മാത്രമേ വിളിക്കുള്ളൂ. അങ്ങനെ നമ്മൾ അവിടെ കുറച്ച് നേരം സംസാരിച്ചിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് ഡാൻസ് പ്രാക്ടീസൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ചേച്ചി ഉണ്ട് കേട്ടോ ഡാൻസിന്. ഇവിടെ ഷംന കാസിമിൻ്റെ ഡാൻസ് സ്റ്റുഡിയോയിൽ ഞാൻ ജോയിൻ ചെയ്ത സ്ഥലത്ത് ചേച്ചിയും ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ച് നേരം ഡാൻസൊക്കെ കളിച്ച് അങ്ങനെ റൂമിൽ നിന്ന് ഇറങ്ങി. ചേച്ചി ഓൾറെഡി ഓഫീസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു റൂമിലെത്തിയപ്പോൾ. പിന്നെ ഞങ്ങൾ മാത്രമാണ് താഴെ റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിച്ചിട്ടാണ് നേരെ റൂമിലേക്ക് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. റൂമിലെത്തുമ്പോൾ ഏകദേശം ഒരു 12:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ സ്ഥിരം നമ്മളിപ്പോൾ നാട്ടിൽ പോകുന്ന ടൈമായ കാരണം തന്നെ ഓരോന്ന് സാധനങ്ങളൊക്കെ വാങ്ങി റൂമിലെത്തുമ്പോൾ എന്നും 12 മണി കഴിയും. അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ ഇനിയിപ്പോൾ ഇമ്പ്രൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ എൻ്റെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റായിട്ട് അറിയിച്ചാൽ മതി.